Good morning, children. Have you learned the previous class? കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റീസിലും കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ക്ലാസ്സിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഡു യു ലൈക്ക് സ്റ്റോറി? സ്റ്റോറി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? സോ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. Certain stories help us learn some important lessons in our life. ചില സ്റ്റോറികൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരാറുണ്ട്. Isn't it? Here is one such story. അങ്ങനെ ഒരു സ്റ്റോറിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. So, what's the name of the story? The Song of Songs. പാട്ടുകളുടെ പാട്ട്. Very interesting title, isn't it? We can check what is the story. Slowly, gently, the exhausted musician laid his tambura on the carpet. Slowly, gently, the exhausted musician means പാടി തളർന്ന പാട്ടുകാരൻ അല്ലെങ്കിൽ ക്ഷീണിതനായ പാട്ടുകാരൻ. Exhausted means ക്ഷീണിതനായ. The exhausted musician laid his tamburu on the carpet. ആ മ്യൂസിഷ്യൻ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ തമ്പുര മീൻസ് ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. That is a musical instrument, തമ്പുരു. ഇവിടെ here have the answer. തമ്പുര means the tambura or തമ്പുരു is a musical instrument. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് തമ്പുരു, നിങ്ങൾക്കറിയാലോ. സോ അദ്ദേഹം പാടിത്തളർന്ന ക്ഷീണിതനായ അദ്ദേഹം തന്റെ മ്യൂസിഷ്യൻ എന്ത് ചെയ്തു? തന്റെ തമ്പുരു കാർപ്പറ്റിലേക്ക് വളരെ പതുക്കെ വെച്ചു. The exquisite strains of Raga Darbari still vibrated within the hall. ആ ദർബാരി രാഗത്തിന്റെ മനോഹരമായ ആ ധ്വനി. സ്ട്രെയിൻസ് മീൻസ് ധ്വനി എന്നാണ്. എക്സ്ക്വിസിറ്റ് മീൻസ് മനോഹരമായ ആ ധ്വനി അല്ലെ. ദർബാരി രാഗത്തിന്റെ വളരെ മനോഹരമായ ആ ഒരു ധ്വനി ആ ഹാൾ മുഴുവൻ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹാളിനെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. എംപറർ അക്ബർ ലുക്ക്ഡ് അപ്പ്. ചക്രവർത്തി അക്ബർ ചക്രവർത്തി കേട്ടിട്ടുണ്ടാവുമല്ലോ. അക്ബർ ചക്രവർത്തി അതിങ്ങനെ നോക്കുകയാണ്. ഹിസ് ഐസ്, അദ്ദേഹം അതിങ്ങനെ കേൾക്കുകയാണ് ആ ഒരു രാഗം അല്ലെ. ഹിസ് ഐസ് ലിറ്റ് വിത്ത് അഡ്മിറേഷൻ, വളരെ ആദരവ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണാം. ലിറ്റ് മീൻസ് പ്രകാശിക്കുക. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വളരെ ആദരവ് ഇങ്ങനെ കത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രകാശിച്ചു നിൽക്കുന്നു. അഡ്മിറേഷൻ മീൻസ് ആദരവ്. അദ്ദേഹം പറയുകയാണ് വണ്ടർഫുൾ ഹി സെഡ്. അക്ബർ പറയുകയാണ്, എംപറർ അക്ബർ, എംപറർ മീൻസ് ചക്രവർത്തി. വണ്ടർഫുൾ ഹി സെഡ്, സൂപ്പർ, അത്ഭുതം, അതിശയം എന്നൊക്കെ പറയില്ലേ. ഐ ലിസൺ ടു യു എവരി ഡേ ബട്ട് ഐ കാൺട്ട് സീം ടു ഹാവ് ഇനഫ്. ഞാൻ എല്ലാ ദിവസവും അങ്ങയുടെ പാട്ട് കേൾക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ബട്ട് ഐ കാൺട്ട് സീം ടു ഹാവ് ഇനഫ്, പക്ഷെ ഇപ്പോഴും എനിക്ക് മതിയായിട്ടില്ല. സോ ആരുടെയാണ് ആ പാട്ട്? ഹു ഈസ് ദ മാൻ? ടാൻസൺ ദ മ്യൂസിഷ്യൻ bowed in silent gratitude. ടാൻസനോടാണ് അല്ലെ, അദ്ദേഹത്തിന്റെ കോർട്ടിലെ മ്യൂസിഷ്യനായ ടാൻസനോട് അല്ലെ, ടാൻസനോട് അക്ബർ പറയുന്നതാണ് ഈ വാക്കുകൾ. സൂപ്പർ, വണ്ടർഫുൾ, അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട് കേട്ടിട്ട്. അപ്പോൾ ടാൻസൺ ദ മ്യൂസിഷ്യൻ bowed in silent gratitude അല്ലെ, നിശബ്ദതയോടെ അദ്ദേഹം രാജാവിന്റെ മുന്നിൽ ആദരവോടെ തല താഴ്ത്തി, അദ്ദേഹത്തിന്റെ രാജാവിന്റെ ഈ വാക്കുകൾ, നല്ല വാക്കുകൾ കേട്ട്. ടാൻസൺ, who is the musician? Tanson, the musician, bowed in silent gratitude. I think you have the most wonderful voice in the world, said Akbar. അക്ബർ ടാൻസനോട് പറയുകയാണ്, മ്യൂസിഷ്യനോട് പറയുകയാണ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും അത്ഭുതകരമായ ശബ്ദത്തിൻ്റെ ഉടമ നിങ്ങളാണ് എന്ന് അക്ബർ ടാൻസനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഐ തിങ്ക് യു ഹാവ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള ഈ ശബ്ദം ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ടാൻസൺ എന്താണ് മറുപടി പറഞ്ഞത്? ബട്ട് ഐ ഡോണ്ട് ഷഹൻഷാ. ഷഹൻഷാ മീൻസ് മഹാരാജാവി. പക്ഷെ അങ്ങനെയല്ല മഹാരാജാവി. സെഡ് ടാൻസൺ വിത്ത് എ സ്മൈൽ. അപ്പോൾ ടാൻസൺ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ചെറു പുഞ്ചിരിയോട് പറയുകയാണ്, ബട്ട് ഐ ഡോണ്ട് ഷഹൻഷാ, മഹാരാജാവി, പക്ഷെ അങ്ങനെയല്ല, അങ്ങ് പറഞ്ഞതുപോലെ ഞാനല്ല ഏറ്റവും നല്ല ശബ്ദത്തിനുടമ, അല്ലെങ്കിൽ ഏറ്റവും നല്ല മ്യൂസിഷ്യൻ ഞാനല്ല. There is someone who sings far better than I do. എന്നെക്കാട്ടിലും നന്നായി പാടുന്ന മറ്റൊരാൾ ഈ ലോകത്തുണ്ട്, മറ്റൊരാൾ ഇവിടെയുണ്ട്. There is someone who sings far better than I do. അപ്പോൾ ടാൻസൺ ഇവിടെ പറയുകയാണ്, എന്നെക്കാട്ടിൽ നന്നായിട്ട് പാടുന്ന ഒരാൾ ഉണ്ട്. അക്ബർ പറഞ്ഞു, ടാൻസന്റെ വോയിസ് ആണ്, അങ്ങയുടെ വോയിസ് ആണ് ലോകത്തിലെ ഏറ്റവും നല്ല വോയിസ് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, അല്ല മഹാരാജാവേ, എന്നെക്കാട്ടിൽ നല്ലതായിട്ട് പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞു. സോ വാട്ട് ഡിഡ് ദ അക്ബർ റിപ്ലൈ? റിയലി?
cried the disbelieving അക്ബർ. അക്ബറിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്പശങ്കയോട് ചോദിക്കുകയാണ്, ശരിക്കും അങ്ങേക്കാട്ടില്ല, അങ്ങേ ഇത്ര മനോഹരമായിട്ട് പാടുന്നല്ലേ? അക്ബറിനെ അങ്ങ് പിടിച്ചിരുത്തുന്ന, അട്രാക്ട് ചെയ്യുന്ന അത്ര മ്യൂസിക്കാണ് നമ്മൾ ടാൻസന്റെ അല്ലെ. സോ അതിനേക്കാട്ടിലും മനോഹരമായിട്ട് പാടുന്ന ആളുണ്ടെന്നോ? റിയലി ക്രൈഡ് ദ ഡിസ്ബിലീവിംഗ് അക്ബർ. അക്ബർ ഒട്ടും കുറച്ച് ശങ്കയോട് ചോദിക്കുകയാണ്, ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? then I must have him sing in my court. എങ്കിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണം, ഈ രാജ്യസദസ്സിൽ, അല്ലെ ഈ സഭയിൽ. കോർട്ട് മീൻസ് രാജ്യസഭയാണ് അല്ലെ. അപ്പോൾ ഈ സഭയിൽ വെച്ച് അദ്ദേഹം പാടണം, ഇവിടെ കൊണ്ടുവരണം. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? താങ്കൾക്ക് അത് അറേഞ്ച് ചെയ്യാമോ? അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് ടാൻസനോട് അക്ബർ. എന്ത് പറഞ്ഞു ടാൻസൺ? ടാൻസൺ ഷുക്ക് ഹിസ് ഹെഡ്. ടാൻസൺ തല കുലുക്കുന്നു, എന്നിട്ട് പറയുകയാണ്, ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. ഞാൻ ഭയക്കുന്നു, അദ്ദേഹം വരില്ല. ഹി വിൽ നോട്ട് കം, അദ്ദേഹം വരില്ല സർ. സർ മീൻസ് SIR. സർ മീൻസ് വളരെ റെസ്പെക്ട്ഫുൾ വേർഡാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന SIR സർ ആണ്. അപ്പൊ പഴയ കാലത്ത് ഒരു ഓൾഡൻ വേർഡാണ് സർ. ഹിയർ ഹാവ് സർ ഈസ് ദ ഓൾഡ് യൂസേജ്. ഒരു പഴയ വേർഡാണ് സർ, ബട്ട് ഇറ്റ് ഈസ് എ റെസ്പെക്ട്ഫുൾ ഫോം ഓഫ് അഡ്രസ് ടു എ കിങ്. രാജാക്കന്മാരെയൊക്കെ അഡ്രസ് ചെയ്യാൻ വളരെ ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് SIR സർ. ഇന്ന് നമ്മൾ അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള SIR സർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. So Tansen shook his head. I am afraid he will not come, sir. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഭയക്കുന്നു, അദ്ദേഹം വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. What? Not even if he hears that the emperor himself summoned him? ഒരു എംപറർ വിളിച്ചു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം വരില്ലേ എന്ന് ചോദില്ലേ? ഒരു ചക്രവർത്തി വിളിച്ചു എന്ന് പറഞ്ഞത് കേട്ടാൽ, അല്ലെങ്കിൽ ഒരു ചക്രവർത്തി വിളിച്ചു എന്ന് പറഞ്ഞാലെങ്കിലും അദ്ദേഹം വരില്ലെന്നോ? സമ്മൺഡ് മീൻസ് വിളിക്കപ്പെട്ട എന്നാണ് സമ്മൺഡ്. നോ, നോട്ട് ഈവൻ ദെൻ, എന്നാലും അദ്ദേഹം വരില്ല മഹാരാജാവേ. ചക്രവർത്തി വിളിച്ചാൽ പോലും അദ്ദേഹം വരില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ദിസ് റിപ്ലൈ വുഡ് ഹാവ് എൻറേജ്ഡ് എനി അതർ എംപറർ. ഈ ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു മറുപടി ഏതൊരു ചക്രവർത്തിയെയും ക്ഷുഭിതനാക്കും. ഏതൊരു ചക്രവർത്തിക്കും ദേഷ്യം വരുന്ന ഒരു മറുപടി ആയിരുന്നു അത്. ബട്ട് അക്ബർ വാസ് ഡിഫറെന്റ്. പക്ഷേ അക്ബർ അങ്ങനെയല്ലായിരുന്നു. ഹി വാസ് ഡിഫറെന്റ്. അക്ബർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു. വെരി വെൽ ഉസ്താദ് ജി, അക്ബർ പറയുകയാണ്. സെഡ് അക്ബർ പറയുകയാണ്, വളരെ നന്നായി ഉസ്താദ് ജി. ഉസ്താദ് ജി മീൻസ് നമ്മൾ ഒരുപാട് കഴിവുകളൊക്കെയുള്ള, വളരെ ആദരവോടുകൂടിക്ക് നമ്മൾ ഒരു വ്യക്തിയെ വിളിക്കുന്നതാണ് ഉസ്താദ് ജി എന്ന്. ഒരുപാട് കഴിവുകളൊക്കെയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പേഴ്സണൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് ഉസ്താദ് ജി എന്നുള്ളത്. സോ വെരി വെൽ ഉസ്താദ് ജി സെഡ് അക്ബർ. അക്ബർ പറയുകയാണ്, വളരെ നന്നായി അത് വരില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലെ, വളരെ നന്നായി. സ്മൈലിംഗ് ഇൻ ടു ടാൻസൺസ് ഹാഫ് സ്കെയർഡ് ഐസ്. അപ്പോൾ ടാൻസന്റെ കണ്ണുകളിൽ ഭയമാണ്, അല്പം ഭയമാണ് അല്ലെ. ആ ഭയത്തോട് നോക്കുന്ന ആ കണ്ണുകളിൽ നോക്കി അക്ബർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, വെരി വെൽ ഉസ്താദ് ജി, അങ്ങ് വരില്ലയോ, അദ്ദേഹം വരില്ലയോ? സാരമില്ല അല്ലെ, അല്ലെങ്കിൽ വളരെ നന്നായി അത്. ഇഫ് ഹി ഡസൻറ്റ് കം ഐ ഷാൽ ഗോ ഹിം മൈസെൽഫ്. അദ്ദേഹം വരില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കണ്ടുകൊള്ളാം. വിൽ യു ടേക്ക് മീ ടു ഹിം? എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമോ താങ്കൾക്ക്? What will happen next? Yes sir, provided you do not come as the emperor of Hindustan. അങ്ങ് വന്നോളൂ, പക്ഷേ ഹിന്ദുസ്ഥാന്റെ മഹാരാജാവായിട്ട്, എംപററായിട്ട് അത് അങ്ങ് വരരുത് എന്ന് ടാൻസൺ പറഞ്ഞു. ഐ ഷാൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ശരി, ഞാനൊരു മ്യൂസിക്കിന്റെ, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ സംഗീത സ്നേഹിയായിട്ട് ഞാൻ വരാം അല്ലെ. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ സേവകനായിട്ട് ഞാൻ വന്നുകൊള്ളാമെന്ന് അക്ബർ വളരെ താഴ്മയോട് പറയുകയാണ്. നോക്കൂ, ഇങ്ങനെ ഒരു ചക്രവർത്തി ഉണ്ടാവും, ഇങ്ങനെ ഒരു എംപറർ ഉണ്ടാവുമോ? സോ ഹു വാസ് ദ മാൻ? ആരായിരിക്കും ആ മനുഷ്യൻ അല്ലെ? ടാൻസനെക്കാട്ടിൽ വളരെ നന്നായിട്ട് പാടുന്ന ആ മനുഷ്യൻ ആരായിരുന്നു? സാൻ ഹരിദാസ് വാസ് ദ മാൻ ടാൻസൺ ഹാഡ് സ്പോക്കൺ ഓഫ്. ടാൻസൺ പറഞ്ഞ ആ മഹത് വ്യക്തി സാൻ ഹരിദാസ് ആയിരുന്നു. സോ സാൻ ഹരിദാസ് വാസ് ദ മാൻ ടാൻസൺ ഹാഡ് സ്പോക്കൺ ഓഫ്. ടാൻസൺ പറഞ്ഞ ആ വ്യക്തി സാൻ ഹരിദാസ് എന്ന ആളായിരുന്നു. He had been Tanson's music teacher. നോക്കൂ, ടാൻസന്റെ ഗുരുവായിരുന്നു, മ്യൂസിക്കിൽ ടാൻസന്റെ ഗുരുവായിരുന്നു സാൻ ഹരിദാസ്. അപ്പോൾ ടാൻസൺ പറഞ്ഞത് ടാൻസന്റെ ഗുരുവിനെ കുറിച്ചായിരുന്നു. എന്നെക്കാട്ടിൽ നന്നായിട്ട് പാടുന്ന ഒരാളുണ്ട് എന്ന് ടാൻസൺ പറഞ്ഞ ആരെ കുറിച്ചായിരുന്നു? അദ്ദേഹത്തിന്റെ മ്യൂസിക് ടീച്ചറിനെ കുറിച്ചായിരുന്നു. And he lived the austere life of a hermit.
അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു സന്യാസിയെ പോലെയാണ്. ഹെർമിറ്റ് മീൻസ് സന്യാസി, ഓസ്റ്റർ മീൻസ് വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതം. ഒരു സന്യാസിയെ പോലെ, ലൈഫ് ഓഫ് എ ഹെർമിറ്റ്, ഒരു സന്യാസിയുടെ ജീവിതത്തെ പോലെ വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതം, വളരെ ലളിതമായ ജീവിതം ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ഗുരു. When Tansen and Emperor reached his hut, അങ്ങനെ ടാൻസനും എംബറും, who was the emperor? അക്ബറും കൂടി സാൻ ഹരിദാസിന്റെ കുടിലെത്തി. He was busy with his daily chores. അദ്ദേഹം വളരെ ബിസി ആയിരുന്നു, ദിനചര്യകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആര്? സാൻ ഹരിദാസ്. When they asked him to sing, he smiled, but he said firmly. അപ്പോൾ ഇവർ ചോദിച്ചു, ഒരു പാട്ട് പാടാമോ, അല്ലെങ്കിൽ പാട്ട് പാടാനെ കൊണ്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം സാൻ ഹരിദാസ് പുഞ്ചിരിച്ചുകൊണ്ട് ഉറപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, ഐ ആം ലോങ് പാസ്റ്റ് ദ ഏജ് ഫോർ സിംഗിങ്. ഞാൻ പാടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ പാട്ട് പാടുന്നതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഈവൻ ഹിസ് ഫേവറേറ്റ് പീപ്പിൾ കുഡ് നോട്ട് persuade him to change his mind. എന്താണ് പറയുന്നത്? ഇനി എൻ്റെ അരുമയായ ശിഷ്യൻ, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പീപ്പിൾ മീൻസ് ശിഷ്യൻ എന്നാണ് ഇവിടെ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പറഞ്ഞാൽ പോലും, persuade മീൻസ് പ്രേരിപ്പിക്കുക എന്നാണ്. പ്രേരിപ്പിച്ചാൽ പോലും എനിക്ക് എൻ്റെ ഈ മനസ്സിനെ, അല്ലെങ്കിൽ എൻ്റെ ഈ മനസ്സ് മാറ്റാൻ കഴിയില്ല. എൻ്റെ പാട്ട് പാടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ ശിഷ്യൻ പറഞ്ഞാൽ പോലും എനിക്ക് അതിൽ നിന്ന് മാറാൻ കഴിയില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്ത് സംഭവിക്കും? എങ്ങനെ ഇനിയും സാൻ ഹരിദാസിനെ കൊണ്ട് പാടിക്കും? ബട്ട് ടാൻസൻ നോ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം. എങ്ങനെ അദ്ദേഹത്തെ, അല്ലെങ്കിൽ തന്റെ ഗുരുവിനെ വശത്താക്കാം, അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാം എന്ന് ടാൻസൻ അറിയാമായിരുന്നു. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. ടാൻസൻ എന്ത് ചെയ്തു? ഗുരുവിന്റെ മുന്നിൽ പാടാൻ തുടങ്ങി. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. ഗുരുവിന്റെ മുന്നിൽ ടാൻസൻ പാടാൻ തുടങ്ങി. ആൻഡ് ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. മാത്രമല്ല, പാടുന്നതിനിടയിൽ ബോധപൂർവം ഒരു തെറ്റുകൂടി വരുത്തി. ഡെലിബറേറ്റ് മീൻസ് ബോധപൂർവം, മനഃപൂർവം ഒരു മിസ്റ്റേക്ക് കൂടി, ഒരു തെറ്റുകൂടി വരുത്തി. ആര്? ടാൻസൻ. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട്, ടാൻസൻ ക്രൈഡ് ഹിസ് ടീച്ചർ. അപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടെ പറഞ്ഞു. ആര്? സാൻ ഹരിദാസ്. സാൻ ഹരിദാസ് ഗുരുവാണല്ലേ. അപ്പോൾ ഗുരുവിന്റെ മുന്നിൽ തെറ്റ് പാടുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഗുരു അതിനോട് പ്രതികരിക്കാതിരിക്കില്ല. അപ്പോൾ സാൻ ഹരിദാസ് പറയുകയാണ്, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട് ടാൻസൻ. അതല്ല, നീ പാടുന്നത് തെറ്റാണ്, ശരിയായ നോട്ട് അതല്ല. ക്രൈഡ് ഹിസ് ടീച്ചർ അമേസ്ഡ്. വളരെ അത്ഭുതത്തോടെ, എൻ്റെ ശിഷ്യന് പറ്റുമോ, അല്ലെങ്കിൽ പറ്റുന്നോ, തെറ്റ് പാടുന്നോ എന്നുള്ള ഒരു ആശ്ചര്യഭാവത്തോടെ, അത്ഭുതത്തോടെ സാൻ ഹരിദാസ് ചോദിക്കും. സാൻ ഹരിദാസ് പറയുകയാണ്, ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട് ടാൻസൻ. ടാൻസൻ, അങ്ങനെയല്ല ആ നോട്ട്, നീ പാടുന്നത് തെറ്റാണ്. വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? നിനക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ സാൻ ഹരിദാസിന് അത്ഭുതം, ഇത്രയും നാൾ നന്നായിട്ട് ഒരു തെറ്റുമില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശിഷ്യൻ ടാൻസനെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അത്ഭുതം. വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? എന്ത് സംഭവിച്ചു നിനക്ക്? ടാൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ. പക്ഷേ ടീച്ചർ സാൻ ഹരിദാസ് പറഞ്ഞതൊന്നും ടാൻസൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് ഹി മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. വീണ്ടും അതേ മിസ്റ്റേക്ക്, അതേ തെറ്റ് വീണ്ടും ടാൻസൻ വരുത്തി. Exasperated, San Haridas took the tambura from the Tansen's hands and sang the right note. Exasperated means കുറച്ച് പ്രകോപിതനായിക്കൊണ്ട് സാൻ ഹരിദാസ് എന്ത് ചെയ്തു? തന്റെ ശിഷ്യനായ ടാൻസന്റെ കയ്യിൽ നിന്നും ആ തമ്പുരു പിടിച്ചു വാങ്ങി. and sang the right note. എന്നിട്ട് ആ ശരിയായ നോട്ട് അങ്ങോട്ട് പാടിക്കൊടുത്തു. then he went on to the next. പിന്നെ അടുത്ത നോട്ടിലേക്ക് പോയി, അടുത്ത പാട്ടിലേക്ക് പോയി. ആൻഡ് ദെൻ നെക്സ്റ്റ്, വീണ്ടും അടുത്ത നോട്ടിലേക്ക് പോയി. അങ്ങനെ സാൻ ഹരിദാസ് ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. സോ ദാറ്റ് വാസ് ദ ഐഡിയ ഓഫ് ടാൻസൻ. അപ്പോൾ ടാൻസന്റെ ഒരു ഐഡിയ ആയിരുന്നു, ആരെക്കൊണ്ട്? ഹരിദാസിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി ടാൻസൻ ചെയ്ത ഒരു ഐഡിയ ആയിരുന്നു. മനഃപൂർവ്വം ഗുരുവിന്റെ മുന്നിൽ തെറ്റുവരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഏത് ഗുരുക്കന്മാരും എന്ത് ചെയ്യും? ശിഷ്യൻ തെറ്റുവരുത്തിയാൽ നല്ല ഗുരുക്കന്മാരൊക്കെ തീർച്ചയായിട്ടും ആ തെറ്റ് പറഞ്ഞു കൊടുത്ത് ശരിയാക്കി കൊണ്ടുവരും, നേർവഴിക്ക് കൊണ്ടുവരും, അല്ലെ? തെറ്റ് പറഞ്ഞു കൊടുക്കും, ശരിയായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കും, തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. സോ ഇവിടെ സാൻ ഹരിദാസിനെ കൊണ്ട് ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് മാത്രമല്ല, സാൻ ഹരിദാസിനെ കൊണ്ട് ആര് പാടിപ്പിച്ചു? ശിഷ്യനായ ടാൻസൻ പാടിപ്പിക്കുകയും ചെയ്തു അക്ബറിന്റെ മുന്നിൽ, അക്ബറിന് വേണ്ടിയിട്ട്. So what happened next? The melody of his voice spread across the forest. So
സോ ആ മെലഡി എന്താ, ആ സ്വരമാധുര്യം, ആ അദ്ദേഹത്തിന്റെ വോയിസിന്റെ, സാൻഹരിദാസിന്റെ ആ വോയിസിന്റെ ആ ശബ്ദമാധുര്യം ആ ഫോറസ്റ്റ് മുഴുവൻ വ്യാപിച്ചു. ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമ്മർ ഓഫ് ഡൗൺ, പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം പോലെ അല്ലെങ്കിൽ ആദ്യ തിളക്കം പോലെ, ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ, അല്ലെങ്കിൽ മുല്ലപ്പൂവിന്റെ സുഗന്ധം പോലെ. ഗ്ലിമ്മർ മീൻസ് തിളക്കം എന്നാണ്, ഡോൺ മീൻസ് പ്രഭാതമാണ്. സോ പ്രഭാതത്തിന്റെ ഒരു ആദ്യ തിളക്കം പോലെ, അല്ലെങ്കിൽ ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ, ജാസ്മിന്റെ ഒരു സുഗന്ധം പോലെ ആ ഫോറസ്റ്റ്, ആ കാട്ടിൽ മുഴുവൻ, ആ ഫോറസ്റ്റ് മുഴുവൻ അദ്ദേഹത്തിന്റെ ആ സ്വരമാധുര്യം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. Both Akbar and Tansen listened to him as if they were hypnotized. സോ അക്ബറും ടാൻസനും കൂടി അങ്ങ് ലയിച്ചു പോയി, ഇത് കേട്ട് ലയിച്ചു പോയി. ആസ് ഇഫ് ദേ വേർ ഹിപ്നോട്ടൈസ്ഡ്, നിദ്രയിലാണ്ട് പോയി. നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യല്ലേ, മയക്കത്തില്ല. അപ്പൊ അതേപോലെ മയങ്ങിപ്പോയി ഈ ഒരു സംഗീതത്തിൽ, സാൻഹരിദാസിന്റെ സംഗീതത്തിൽ അക്ബറും ടാൻസനും മയങ്ങിപ്പോയി. ആൻഡ് എംപറർ റിയലൈസ്ഡ് ദാറ്റ് ടാൻസൻ ഹാഡ് സ്പോക്കൺ ദ ട്രൂത്ത്. ഇപ്പോഴാണ് ചക്രവർത്തിക്ക്, അക്ബറിന് മനസ്സിലായി ടാൻസൻ പറഞ്ഞ സത്യമാണെന്ന്. ടാൻസന്റെ ആ വാക്കുകൾ അല്ലെ, അത് ട്രൂത്ത് ആണ്, സത്യമാണ് എന്ന് ഇവിടെ എംപറർ തിരിച്ചറിഞ്ഞു. അക്ബർ ചക്രവർത്തി ഇവിടെ തിരിച്ചറിയുന്നു. ഹി ഹാഡ് നോട്ട് നോൺ ദാറ്റ് മ്യൂസിക് കുഡ് ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സംഗീതം അദ്ദേഹത്തിന് മനസ്സിലാവുന്നതേയില്ല അല്ലെ. ഇങ്ങനെ ഒരു സംഗീതം മുമ്പ് ഒരിക്കലും അദ്ദേഹം കേട്ടിട്ടില്ല. സോ അത്രയ്ക്കും ചക്രവർത്തിയെ ഹിപ്നോട്ടൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു, അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗീതം അല്ലെ. അപ്പം അക്ബറിന് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹി ഹാഡ് സർട്ടൻലി നെവർ ഹേർഡ് എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ. ഇങ്ങനെ ഒരു സംഗീതം മുൻപൊരിക്കലും അദ്ദേഹം കേട്ടിരുന്നില്ല, അക്ബർ ചക്രവർത്തി കേട്ടിരുന്നില്ല. What happened next? As they walked back, the emperor suddenly broke the silence to ask Tansen. അപ്പോൾ അവർ പിന്നെ സംഗീതമൊക്കെ കേട്ട് തിരിച്ചു നടക്കുന്ന സമയത്ത് the emperor suddenly broke the silence. അപ്പോൾ അവിടെ ഫുൾ സൈലന്റ്, നിശബ്ദതയാണ് അല്ലെ. ആ സംഗീതത്തിന്റെ ആ സ്വരമാധുര്യം മാത്രം, ആ മെലഡി മാത്രമേ എങ്ങും മുഴങ്ങുന്നുള്ളൂ. അപ്പൊ ആ ഒരു നിശബ്ദതയെ ബ്രോക്കൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മുറിച്ചുകൊണ്ട് എംപറർ ടാൻസനോട് ചോദിച്ചു. ടു ആസ്ക് ദ ടാൻസർ, ദ എംപറർ ആസ്ക്ഡ് ടാൻസൻ, വൈ കാൻറ്റ് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ് ജി? അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഇതേപോലെ പാടാൻ കഴിയാത്തത് ഉസ്താദ് ജി? ആര് ചോദിക്കുകയാണ്? എംപറർ ടാൻസനോട് ചോദിക്കുകയാണ്, വൈ കാൻറ്റ് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ് ജി? എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇതേപോലെ പാടുവാൻ കഴിയാത്തത്? What did the reply of Tansen? Tansen smiled. ടാൻസൻ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷഹൻഷാ, ഐ സിംഗ് അറ്റ് യുവർ കമാൻഡ്. മഹാരാജാവേ, ഞാൻ പാടുന്നത് അങ്ങയുടെ ആജ്ഞ അനുസരിച്ചാണ്. കമാൻഡ് മീൻസ് ആജ്ഞ. ദ കമാൻഡ് ഓഫ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാന്റെ എംപറർ പറയുന്ന ആജ്ഞ അനുസരിച്ചാണ് ഞാൻ പാടുന്നത്. ദ കമാൻഡ് ഓഫ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ, അതായത് ഹിന്ദുസ്ഥാന്റെ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ പാടുന്നത് മഹാരാജാവേ. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹൂ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. പക്ഷെ ഗുരുജി പാടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹൂ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. രാജാക്കന്മാരുടെ രാജാവിന് വേണ്ടിയിട്ടാണ് ഗുരുജി പാടുന്നത്. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിന്റെ സംഗീതം ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ. അദ്ദേഹത്തിന്റെ സംഗീതം, സാൻഹരിദാസിന്റെ സംഗീതം, എന്റെ ഗുരുവിന്റെ സംഗീതം, അത് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഫ്രീ ആൻഡ് അൺആസ്ക്ഡ്, അത് സ്വതന്ത്രമാണ്, ആരും ചോദിച്ചിട്ട് പാടുന്നതല്ല. ആരും അൺആസ്ക്ഡ് ഫോർ, ആർക്കും വേണ്ടി പാടുന്നതല്ല, ആരും ചോദിച്ചിട്ട് പാടുന്നതല്ല. ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? എങ്ങനെ ആ ഉയരങ്ങളിലേക്ക് എന്റെ സംഗീതത്തിനെ എത്തിക്കാൻ കഴിയും? ഹൗ ക്യാൻ മൈ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? ആ ഉയരങ്ങളിലേക്ക് എന്റെ സംഗീതത്തിനെ എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നിവിടെ ടാൻസൻ അക്ബറിനോട് പറയുകയാണ്, ചോദിക്കുകയാണ് അല്ലേ. സോ തൻ്റെ ഗുരുവിന്റെ സംഗീതമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഇവിടെ ശിഷ്യനായ ടാൻസൻ പറയുകയാണ്. സോ ദാറ്റ് വാസ് ദ സ്റ്റോറി സോങ് ഓഫ് സോങ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ ഈ സ്റ്റോറി. ഇതിൽ ഒരുപാട് മെസ്സേജസ് ഉണ്ട്. ഇവിടെ ടാൻസൻ എന്ന ആ ഒരു ശിഷ്യന്റെ മഹത്വം നമ്മൾ ഇവിടെ കാണണം. തന്റെ ശബ്ദമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ശബ്ദമെന്ന് മഹാനായ അക്ബർ ചക്രവർത്തി പറഞ്ഞപ്പോൾ പോലും ടാൻസൻ എന്താ പറഞ്ഞത്? അങ്ങനെയല്ല ഗുരു, എന്നെക്കാട്ടിൽ നന്നായിട്ട്, അങ്ങനെയല്ല മഹാരാജാവേ, എന്നെക്കാട്ടിൽ നന്നായിട്ട് പാടുന്നത് ഒരാളുണ്ട്. സോ തൻ്റെ ഗുരുവിനോടുള്ള ആദരവ് അല്ലേ. സോ ടാൻസന്റെ ആ ഒരു എളിമ
നമുക്ക് ഈ നല്ലൊരു മെസ്സേജാണ് ഈ ഒരു ഇതിലൂടെ തരുന്നത്. മാത്രമല്ല അക്ബർ എന്ന നല്ല ചക്രവർത്തിയുടെ കുറച്ച് സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് ഈ സ്റ്റോറിയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സോ ഇനി നിങ്ങളുടെ വർക്ക് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റോറി മുഴുവൻ കംപ്ലീറ്റ് ഒരു മിനിമം 20 ടൈംസ് നിങ്ങൾ വായിക്കണം. യു നീഡ് ടു റീഡ് ദിസ് സ്റ്റോറി മിനിമം 20 ടൈംസ്. അതിന്റെ കാരണം പുതിയ വാക്കുകളുടെയൊക്കെ ഉച്ചാരണങ്ങളൊക്കെ പ്രൊനൗൺസിയേഷനൊക്കെ നിങ്ങൾക്കൊന്ന് പഠിക്കാനും പറ്റും ഈ 20 ടൈംസ് വായിക്കുന്നതിലൂടെ. ഒരു വർക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ സ്റ്റോറിയിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഉപയോഗിച്ചിട്ട് ആ വേർഡ്സുകളുടെ മീനിങ് കണ്ടെത്തണം. അതിനുശേഷം ആ വേർഡും ആ മീനിങ് കൂടി നിങ്ങളുടെ വേർഡ് ബുക്കിൽ എഴുതണം. അതും കൂടി പഠിക്കണം. ഓരോ സ്റ്റോറി കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട വേർഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്കിൽ എഴുതി അതിൻ്റെ മീനിങ് കൂടി കണ്ടെത്തി വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിലുള്ള സ്റ്റോറേജ്, വേർഡ്സിൻ്റെ സ്റ്റോറേജ് കൂടുകയും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടാസ്ക് ആണ് അത്. സോ you need to learn this story 20 times and find out the difficult words and its meaning and write it in your word book. That's all today's class. You need to learn properly and share with your friends, and don't forget to subscribe our channel Focus Family. We can meet the next class again. Take care. Thank you. Bye.